വെൽക്കം ടു SRJ ഓൺലൈൻ ക്ലാസ്സസ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ നമ്മൾ സെക്കൻഡ് ഇയർ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി അവസാനത്തെ ടോപ്പിക്കാണ്, അവസാനത്തെ ഭാഗമാണെന്ന് പറയുന്നത്. ലാസ്റ്റ് ക്ലാസ് ആണ് ഇന്നത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ പ്രോപ്പർട്ടി 7 മുഴുവനായിട്ട് പ്രോപ്പർട്ടി 7 എല്ലാം പറഞ്ഞു. അതിൽ സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പ്രോപ്പർട്ടി 7 എല്ലാം നമ്മൾ പറഞ്ഞതാണ്, അതിൽ പ്രോബ്ലംസ് ചെയ്തതാണ്. സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ അതായത് ട്രിഗണോമെട്രി ഫോർമുലാസ് ഉപയോഗിച്ച് 1 - cos x 1 + cos x അങ്ങനത്തെ ഫോർമുലാസ് ഉപയോഗിച്ച് നമ്മൾ ട്രിഗണോമെട്രി ഇൻവേഴ്സും മിക്സഡ് ആയിട്ട് വരുന്ന ഈ കണ്ടീഷൻസ് ഉപയോഗിച്ച് ടാൻ ഇൻവേഴ്സ് ടാൻ x x സൈൻ ഇൻവേഴ്സ് സൈൻ x x ഈ രൂപത്തിൽ വരുന്ന റിസൾട്ടിലേക്ക് മാറ്റുന്ന രൂപത്തിലാണ് സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എഴുതിയത്. ഇനി അതിൽ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന ചെറിയ ടിസ്റ്റുള്ള നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററുകൾ വളരെ പ്രധാനപ്പെട്ടമായ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നേരിട്ട് ട്രിഗണോമെട്രി ഫോർമുല ഉപയോഗിക്കാൻ കഴിയാത്ത ഇൻവേഴ്സിൽ പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. യെസ്, അപ്പൊ അതിൽ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ നോക്കണം. ആദ്യം ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ അതിൽ കൂടുതലുള്ള തിയറി പറഞ്ഞു ക്വസ്റ്റ്യൻ നോക്കൂ. Simplify tan inverse x by root of s square minus x square. ഇവിടെ എന്താ പ്രശ്നം? ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ടാൻ ഇൻവേഴ്സ് ആവട്ടെ എന്താവട്ടെ അതിന്റെ ബ്രാക്കറ്റില് അതിന് യോജിച്ച് ട്രിഗണോമെട്രി ഫംഗ്ഷനും ഫോർമുലാക്കി മാറ്റാൻ പറ്റുന്ന ട്രിഗണോമെട്രി ഫോർമുലാസ് വന്നിരുന്നത്. ട്രിഗണോമെട്രി ഫംഗ്ഷൻ വന്നിരുന്നത് ഇവിടെ ആൾജിബ്രായിക് രൂപമാണ്. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ മാറ്റിയാലും ടാൻ ഇൻവേഴ്സ് ഇതാക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ ഈ എക്സ് വരുന്ന രൂപത്തിലാണെങ്കിൽ ആൾജിബ്രായിക് ഫോം ആണെങ്കിൽ എക്സുകളാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ആ എക്സിനെ വേരിയബിളിനെ ഏതെങ്കിലും ട്രിഗണോമെട്രി ഫംഗ്ഷൻ ആക്കി കൊടുക്കണം. ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിൽ ചെറുതാക്കണം. അതാണ് ഈ മോഡൽ വരുമ്പോ ഇൻവേഴ്സിന് കൂടെ ആൾജിബ്രായിക് ഫോമാ ചെയ്യേണ്ടത്. അതിന് പ്രത്യേകതയുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പവഴിയുണ്ട്. ഓരോ ടൈപ്പിൽ ഇൻവേഴ്സിന് ബ്രാക്കറ്റിൽ ഓരോ പ്രത്യേക മോഡൽ ഫംഗ്ഷൻ വന്നാൽ അതിന് യോജിച്ച ട്രിഗണോമെട്രി ഫംഗ്ഷൻ നിങ്ങൾ ഓർത്തുവെച്ചാൽ മതി. അത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതാണ് നമുക്ക് നെക്സ്റ്റ് അതിന്റെ കൂട്ടത്തിൽ. അതായത് ഈ ഭാഗത്ത് ഇന്നത്തെ ടോപ്പിക്കില് നിങ്ങൾക്ക് ഓരോ സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യനിലും ഇൻവേഴ്സിന് കൂടെ ഏത് ഫംഗ്ഷൻ വന്നാൽ എക്സ് എന്ന രൂപത്തിൽ വന്നാൽ ഏത് ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊടുക്കണം, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. അതാണ് പറയാനുള്ളത്. അതൊന്ന് നോക്കൂ. ണ്ടല്ലോ എന്താ മീനിങ് കാണിച്ചെന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യനില് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുടെ കൂടെ ഇൻവേഴ്സിന്റെ കൂടെ ഈ രൂപത്തിൽ ഫംഗ്ഷൻസ് വന്നാൽ എക്സിന് കൊടുക്കേണ്ട ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊടുത്താൽ നമുക്ക് ചെറുതാൻ കഴിയുള്ളൂ. അത് റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബ്രാക്കറ്റ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവേഴ്സിന്റെ കൂടെ ഈ മോഡൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എക്സിന് എ സൈൻ തീറ്റ അല്ലെങ്കിൽ ഓർ ആണ് അത് ബൈ ഓർ എക്സിനെ കോസ് തീറ്റ എ സൈൻ തീറ്റയോ എ കോസ് തീറ്റയോ കൊടുക്കുക. ഏത് കൊടുത്താലും ആൻസർ കിട്ടും. ഏതെങ്കിലും ഒന്ന് കൊടുത്താൽ മതി, പ്രശ്നമല്ല, ഏതും കൊടുക്കാം. ഈ രൂപത്തിൽ വന്നാൽ അപ്പൊ സംശയം നിങ്ങൾക്ക് എക്സ് എ സ്കോർ മാത്രം വരുമോ? ചിലപ്പോൾ ഇങ്ങനെ വരാം, എ സ്കോർ വരെ 1 വരാം. 1 വരുമ്പോൾ എന്നർത്ഥം എ 1 ആയി അർത്ഥം. അപ്പൊ എക്ക് വരെ 1 കൊടുക്കും, എക്സിന് സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ. എ 1 ആയി അർത്ഥം 1 ആയിട്ടോ അല്ലെങ്കിൽ എ ആയിട്ടേ വരുള്ളൂ, വേറെ നമ്പർ വരില്ല. ഇനി അതേപോലെ ഇത് തിരിച്ചാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആ റൂട്ടിന്റെ ഉള്ളിൽ ഇൻവേഴ്സ് അതിന്റെ കൂടെ ഇൻവേഴ്സ് ഉണ്ടാവണേ. ആ റൂട്ടിന്റെ ഉള്ളിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ ഇവരുടെ റെസിപ്രോക്കൽ ആയി കൊടുക്കണം. അതായത് സീക്ക് കോസിന് റെസിപ്രോക്കൽ, സൈൻ റെസിപ്രോക്കൽ ആണ് സീക്ക് അല്ലെങ്കിൽ കൊസീക്ക്. അതിൽ ഏതും ഒന്നേ കൊടുത്താൽ മതി, ഏതും കൊടുക്കാം. അതേ സമയത്ത് നടുവിൽ പ്ലസ് വന്നാൽ, സെന്ററിൽ പ്ലസ് വന്നാൽ, അതായത് ടാൻ ഇൻവേഴ്സിന്റെ സൈൻ ഇൻവേഴ്സിന്റെ കൂടെ റൂട്ട് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എസ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ വന്നാൽ എ ടാൻ തീറ്റ അല്ലെങ്കിൽ കോട്ട് ചെയ്ത് രണ്ടുമല്ലാത്ത ഇവർ 4 അല്ലാത്ത ട്രിഗണോമെട്രി ഫംഗ്ഷൻ ടാൻ അല്ലെങ്കിൽ കോട്ടോ എസ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആ ഫംഗ്ഷൻ ഉണ്ടാവും. അത് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വന്നാലോ, ഇത് തിരിഞ്ഞു വന്ന പോലെ ഇവിടെ തിരിഞ്ഞു വന്നാലോ, ഇവിടെ തിരിഞ്ഞു വന്നാലും സെയിം ആണ്. കാരണം പ്ലസ് വരുമ്പോ നമുക്കറിയാം വന്നപ്പോൾ എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് ആണ് സെയിം അല്ലേ, അത് സെയിം ആണ്. അപ്പൊ നിങ്ങൾ അതിന് വേറെ ഫോമിൽ ഉണ്ടാക്കേണ്ട ടാൻ അല്ലെങ്കിൽ കൂട്ട് തന്നെ. മൈനസ് ആകുമ്പോഴാണ് പ്രശ്നം. ഇനി അതൊന്നുമല്ല, എക്സിന് സ്ക്വയർ ഇല്ലാതെ വിചാരിക്കാം. എക്സിന് സ്ക്വയർ നമ്പർ എ എന്തുമാവട്ടെ, എക്സിന് സ്ക്വയർ ഇല്ലാതെ വന്നാൽ എക്സിന് കൊടുക്കേണ്ട എ കോസ് 2 തീറ്റ. ബാക്കി തീറ്റയാണ്, ഇവിടെ മാത്രം കോസ് 2 തീറ്റ.
ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷൻ അറിഞ്ഞിരിക്കാതെ നിങ്ങൾക്ക് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഉപയോഗിക്കാനുണ്ട്. അതാണ് ഈ മോഡൽ ഫംഗ്ഷൻ വരുമ്പോൾ ഇൻവേഴ്സിൽ നിങ്ങൾ എക്സിന് കൊടുക്കേണ്ട ട്രിഗണോമെട്രി ഫംഗ്ഷൻ. അപ്പൊ നമ്മൾ ഒന്നാമത് എഴുതിയ ഫംഗ്ഷൻ നോക്കുക. ഇവിടെ ഏതാ വന്നത്? റൂട്ട് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ മോഡലാ വന്നത്. അപ്പൊ എക്സിന് എന്ത് പുട്ടണം? എ സൈൻ തീറ്റ എന്ന് പുട്ടണം, അല്ലെങ്കിൽ എ കോസ് തീറ്റ. നോക്കണു, അങ്ങനെ പുട്ടുമ്പോ എക്സിന് എ സൈൻ തീറ്റ എന്ന് പുട്ടാണെങ്കിൽ, അല്ലെങ്കിൽ എ കോസ് ഏതും പുട്ടാം. അങ്ങനെ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ്. അപ്പൊ എക്സ് വരുന്നിടത്തൊക്കെ അത് കൊടുക്കണം. നമ്മൾ തീറ്റ എന്ന വേരിയബിളിലേക്ക് മാറ്റാണ്. എക്സ് ഇത് കണ്ടിട്ടാണ് നമ്മൾ എക്സിനെ സൈൻ തീറ്റ തീരുമാനിച്ചതെങ്കിൽ പോലും, എക്സിന് ഇത് കണ്ടിട്ടാണ് തീരുമാനിച്ചതെങ്കിൽ പോലും അവിടെ കംപ്ലീറ്റ് വരുന്ന എക്സിന് മുഴുവൻ അത് കൊടുക്കണം. അപ്പൊ എങ്ങനെ കൊടുക്കും? എക്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് എ സൈൻ തീറ്റ ആണെങ്കിൽ എക്സ് സ്ക്വയർ ആവുമ്പോൾ ബന്ധപ്പെടുന്ന സ്ക്വയർ ചെയ്യണ്ടേ? അപ്പൊ എയുടെ സ്ക്വയർ എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്നായി. താഴെ റൂട്ടിന്റെ ഉള്ളിലാണ് എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ, ഈ റൂട്ടിന്റെ ഉള്ളിൽ ആരാ കോമൺ? എ സ്ക്വയർ കോമൺ ആണ്. എ സ്ക്വയർ പുറത്തെടുക്കുമ്പോ റൂട്ടിന്റെ ഉള്ളിൽ എ സ്ക്വയർ ഇൻറ്റു ഇവിടെ 1 ആയി 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ അല്ലെ? യെസ്. അപ്പൊ ഇവിടെ നോക്കണേ, ഈ റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് എ സ്ക്വയറിന് വീണ്ടാമതും പുറത്തെടുക്കുമ്പോ റൂട്ടും സ്ക്വയറും വരുമ്പോ സ്ക്വയർ പോവില്ലേ? റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് എ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോ എ, then റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ പഠിക്കുന്നതാണ് കോസ് സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് റൂട്ട് കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടെ ടപ്പ എ വെട്ടി കളഞ്ഞു. ഇനി എന്താ ബാക്കി? മുകളിലോ എ സൈൻ തീറ്റ, മുകളിൽ എ സൈൻ തീറ്റ മാത്രം. ഇവിടെ റൂട്ട് കോസ്ക്വയർ പറഞ്ഞാൽ കോസ് അല്ലേ? അപ്പൊ ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഈക്വൽ ടു ബ്രാക്കറ്റ് നോക്കൂ ടാൻ തീറ്റ എന്നായി. അപ്പൊ നോക്കൂ, ടാൻ ഇൻവേഴ്സിന്റെ കൂടെ ടാൻ വന്നു. ആ രൂപത്തിലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ എക്സ് വന്നാൽ ട്രിഗണോമെട്രി ഫംഗ്ഷൻ കൊടുക്കണം എന്ന് പറഞ്ഞത്. അതിന് യോജിച്ചത് സൈനോ കോസോ ആണ്. അതുകൊണ്ടാണ് അവർ കൊടുക്കണം, വേറെ കൊടുത്താൽ കിട്ടില്ല. അപ്പൊ അതാണ് സൈൻ തീറ്റ കൊടുത്തു. സിംപ്ലിഫൈ ചെയ്തപ്പോ ടാൻ ഇൻവേഴ്സ് ടാൻ തീറ്റ എന്ന് എഴുതി കൂടെ, കാരണം ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ് എക്സ് ആണ്. പക്ഷെ നമ്മള് തീറ്റനെ മാറ്റണം. എക്സ് ആണ് വേരിയബിള്, തീറ്റ നമ്മൾ കൊടുത്ത വേരിയബിൾ ആണ്. തീറ്റയിൽ ആൻസർ അവസാനിപ്പിക്കരുത്, തീറ്റനെ മാറ്റണം. എന്താണ് എക്സ് എ സൈൻ തീറ്റ എന്നല്ലേ? എക്സ് എ സൈൻ തീറ്റ എന്ന് കൊടുക്കുമ്പോ ഇവിടുത്തെ സൈൻ തീറ്റ എന്നത് എക്സ് ബൈ എ ആവും. അപ്പൊ തീറ്റ നിർത്തിയാൽ സൈൻ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, അതാണ് തീറ്റ കൊടുക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, അതാണ് ഇതിന്റെ ഫൈനൽ ആൻസർ. നമ്മൾ എക്സിലെ വരാൻ പാടുള്ളൂ, ക്വസ്റ്റ്യനിലെ വേരിയബിൾ അവസാനിക്കാൻ പാടുള്ളൂ. ഓക്കെ, മനസ്സിലായോ? യെസ്, അതാണ് അതിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എങ്ങനെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ sin inverse 2x into root of 1 minus x square. sin inverse 2x into root of 1 minus x square. ഇവിടെ നോക്കൂ, ഈ റൂട്ടിന്റെ ഉള്ളിൽ ഇൻവേഴ്സിന് കൂടെ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അത് നേരത്തെ പറഞ്ഞ ഈ മോഡൽ തന്നെയല്ലേ? എ സ്ക്വയർ വന്നു, എ സ്ക്വയർ വരെ 1 ആയിനേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആൻസറിൽ എക്ക് പകരം 1 കൊടുക്കണം. അപ്പൊ എക്സിന് എന്ത് കൊടുക്കാം? 1 സൈൻ തീറ്റ അല്ലെങ്കിൽ 1 കോസ് തീറ്റ, അതായത് സൈൻ തീറ്റ അല്ലെങ്കിൽ കോസ് തീറ്റ തന്നെ. എ സ്ക്വയർ 1 ആയി, ആ മാറ്റങ്ങൾ എ സ്ക്വയർ ഒന്നുകിൽ എ തന്നെ വരും, അല്ലെങ്കിൽ 1 ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേ വഴിയുള്ളൂ, കാരണം ഇവിടെ ട്രിഗണോമെട്രി അല്ല, ആൾജിബ്രായിക് ഫോമാണ്. എക്സിന് സൈൻ തീറ്റ അങ്ങനെ കൊടുക്കുമ്പോൾ ബന്ധപ്പെടാൻ നോക്കൂ. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ, 2 സൈൻ തീറ്റ, കാരണം ഇവിടെ എക്സിന് സൈൻ തീറ്റ കൊടുത്തു, ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. എക്സിന് സൈൻ തീറ്റ കൊടുക്കുമ്പോൾ റൂട്ടിന്റെ ഉള്ളിൽ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് പൊട്ടണം അറിയുന്ന ഫോർമുല 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടെ എന്തായി? സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് കോസ് സ്ക്വയർ. റൂട്ട് കോസ് സ്ക്വയർ എടുക്കുമ്പോ കോസ് തീറ്റ എന്നായില്ലേ? ദാറ്റ് ഈസ് 2 സൈൻ തീറ്റ cos theta. ബ്രാക്കറ്റ് നോക്കൂ, 2 sin theta cos theta നമുക്കറിയാം. 2 sin x cos x, 2 sin x cos ഒരുപാട് പഠിച്ചു. sin 2x. അപ്പൊ 2 sin theta cos theta എന്തായി? sin 2 theta എന്ന് എഴുതാം. അപ്പൊ sin inverse sin 2 theta equal to 2 theta. sin inverse സൈനും പോയി, 2 theta. തീറ്റ നമ്മൾ കൊടുത്തതാണ്, തീറ്റ മാറ്റണം. തീറ്റനെ മാറ്റണം. എക്സ് ആരാ? എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ സൈൻ ഇൻവേഴ്സ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സിമ്പിൾ ഫോം ആണ് 2 സൈൻ ഇൻവേഴ്സ് എക്സ്.
അപ്പൊ എൻട്രൻസിൽ പഠിക്കുന്നവർ ഓർക്കണേ സൈൻ ഇൻവേഴ്സ് 2x റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയറോ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. എൻട്രൻസ് പഠിക്കുന്നവർ ആ റിസൾട്ട് ഒന്ന് ഓർത്ത് നോക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അതാണ് സൈൻ ഇൻവേഴ്സിൽ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ടാൻ ഇൻവേഴ്സ് 1/√ x സ്ക്വയർ മൈനസ് 1 ആണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ ടാൻ ഇൻവേഴ്സിന് കൂടെ ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ടാനോ കോട്ടോ മാറ്റം നിർബന്ധമാണ്. അപ്പൊ ഈ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1 നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പില് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോമിലല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ടൈപ്പില്. രണ്ടാമത് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണ് എക്സിനെ സീക്ക് അല്ലെങ്കിൽ കൊസീക്ക്. ഇവിടെ എ വീണ്ടാമത് 1 ആണ്. അപ്പൊ എക്സിന് എന്ത് കൊടുക്കാം? സീക് തീറ്റ കൊടുക്കാം അല്ലെങ്കിൽ കൊസീക്ക് കൊടുക്കാം. അപ്പൊ ടാൻ ഇൻവേഴ്സ് 1/√ x സ്ക്വയർ മൈനസ് എക്സ് സീക്ക് ആണല്ലോ. അപ്പൊ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1. നിങ്ങൾക്കറിയാം സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 പറഞ്ഞാൽ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 എന്താ? ടാൻ സ്ക്വയർ തീറ്റ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ റിസൾട്ട് ആണ്, പല ഭാഗത്ത് ഇനിയും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ടാൻ സ്ക്വയർ അതായത് സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ടാൻ സ്ക്വയർ ആണെങ്കിൽ ഇതിന് ഇങ്ങനെ എഴുതാം 1 പ്ലസ് ടാൻ സ്ക്വയർ സീക് സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ ടാൻ ഇൻവേഴ്സ് 1/√ സീക് സ്ക്വയർ തീറ്റ മൈനസ് 1 ടാൻ സ്ക്വയർ. അപ്പൊ അതിൽ റൂട്ട് എടുക്കുമ്പോൾ ടാൻ തീറ്റ 1/tan തീറ്റ ഏത് പൊട്ടണം പറയാം? 1/tan തീറ്റ എന്താണ്? കോട്ട് തീറ്റ. അപ്പൊ ടാൻ ഇൻവേഴ്സ് കോട്ട് തീറ്റ. ടാൻ ഇൻവേഴ്സിന് ബ്രാക്കറ്റിൽ കോട്ട് വന്നാൽ കഴിഞ്ഞ പ്രോപ്പർട്ടി പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു ടാൻ ഇൻവേഴ്സ് കോട്ട് വന്നാൽ π/2 മൈനസ് അല്ലേ? π/2 മൈനസ് അല്ലേ? കോട്ട് ഇൻവേഴ്സ് ടാൻ വന്നാലും π/2. അപ്പൊ π/2 മൈനസ് തീറ്റനെ മാറ്റണം. തീറ്റ π/2 മൈനസ് ഇവിടെ എക്സ് സീക് തീറ്റ ആണെങ്കിൽ തീറ്റ എന്തോ ഇങ്ങോട്ട് വരുമ്പോ സീക് ഇൻവേഴ്സ് എക്സ്. π/2 മൈനസ് ഇതിന് സിംപ്ലിഫൈ ചെയ്യാൻ കഴിയും. π/2 മൈനസ് സീക് ഇൻവേഴ്സ് വന്നപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല എന്നറിയാം. π/2 മൈനസ് സീക് ഇൻവേഴ്സ് എക്സ് എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്? സീക് ഇൻവേഴ്സ് എക്സ് പ്ലസ് കൊസീക് ഇൻവേഴ്സ് എക്സ്. പ്രോപ്പർട്ടി നമ്പർ 5 സീക് ഇൻവേഴ്സ് എക്സും കൊസീക് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ π/2 അല്ലേ? അപ്പൊ π/2 മൈനസ് സീക് ഇൻവേഴ്സ് എക്സ് ഉണ്ടാവും. ഇതിന് കൊസീക് ഇൻവേഴ്സ് എക്സും എഴുതാം. അതാ പറഞ്ഞത്, നിങ്ങൾ സീക്കോ കൊസീക്കോ കൊടുത്താൽ മതി ആൻസർ. അപ്പൊ ഇവിടെ നിങ്ങൾ ഡയറക്റ്റ് കൊസീക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ആൻസർ ഡയറക്റ്റ് വരും. എന്തായാലും ഒരു ആൻസറേ കിട്ടുള്ളൂ. അപ്പൊ ഏതും കൊടുക്കാന്നേ ഉള്ളൂ. ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരും. അത് ഇങ്ങനെ മാറ്റാം എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അതാണ് സിംപ്ലിഫൈ ചെയ്യുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് വന്ന എക്സാമിൽ പബ്ലിക് എക്സാമിൽ കൂടുതൽ തവണ വന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ടാൻ ഇൻവേഴ്സ് √1 + x² - 1/x. ഈ 1 റൂട്ടില്ല, ഇതേ ഉള്ളൂ. അപ്പൊ ഇത് എക്സാം മിക്കവാറും പല മന്ദപ്പോളം ചാട്ടുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ റൂട്ട് എന്ത് ചെയ്യും? നേരിട്ട് സ്പ്ലിറ്റ് √1 + √x² എഴുതും. √1 x1 √x പിന്നെ -1. അപ്പൊ 1 വെട്ടും, ബാക്കി /x ഉണ്ടല്ലോ. അപ്പൊ x/x ടാൻ ഇൻവേഴ്സ് 1 എന്നൊക്കെ എഴുതി വെക്കും. ആൻസർ π/4. വളരെ സന്തോഷം കിട്ടിയ ആൻസർ വിചാരിക്കും. പൊട്ടത്തരമാണ്. റൂട്ട് വരുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. റൂട്ടിന്റെ ഉള്ളിൽ പ്ലസോ മൈനസോ അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല. ഇതിനെന്ത് ചെയ്യണം? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കൊടുത്ത് ചെറുതാക്കണം. ഈ √1 + x² പ്ലസ് ആണ് ഈ മോഡലാ വന്നത്. അങ്ങനെ വരുമ്പോൾ ഓർക്കണത് വളരെ ഇമ്പോർട്ടന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഇനിയുമുള്ള ചാപ്റ്റർ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ എക്സിന് a1 ആണ്. അപ്പൊ എക്സിന് ടാൻ തീറ്റ. അപ്പൊ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് √1 + tan² തീറ്റ -1 /tan തീറ്റ. ഈ 1 + tan² തീറ്റ എന്താണെന്ന് നേരത്തെ പറഞ്ഞു? sec² തീറ്റയല്ലേ? നേരത്തെ റിസൾട്ട് എഴുതി sec² തീറ്റയല്ലേ? അപ്പൊ ഇവിടെ കൊടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് റൂട്ട് എടുക്കുമ്പോൾ sec² റൂട്ട് എടുക്കുമ്പോൾ sec തീറ്റ -1 /tan തീറ്റ. ഇതിനെ again നമുക്ക് ചെറുതാക്കണം. നമ്മളെപ്പോഴും പഠിച്ചിട്ട് സീക്ക് വരുമ്പോ എപ്പോഴും നമ്മൾ എന്താ മാറ്റാറ്? 1/cos അല്ലേ? കോസിന് റെസിപ്രോക്കൽ അല്ലേ? സീക്ക് വരുമ്പോ ടാനെ sin/cos ആക്കുന്ന പോലെ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 1/cos θ -1/sin θ /cos θ. ടാനെയും സീക്കിനെയും എല്ലാം സൈനും കോസിലേക്ക് മാറ്റി. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടാൻ ഇൻവേഴ്സ് 1 - cos θ /cos θ അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. sin θ /cos θ വന്ന ബാക്കി cos θ ടപ്പേ വെട്ടാം. cos θ പോയി, ബാക്കി എന്താ ഉള്ളത്? 1 - cos θ /sin θ എന്നല്ലേ? 1 - cos θ ടാൻ ഇൻവേഴ്സ്
1 minus cos theta by sin theta. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു സിംപ്ലിഫൈ ചെയ്യുന്ന അതേ ക്വസ്റ്റ്യനില് tan inverse 1 minus cos theta ക്ക് ഫോർമുല ഉണ്ട് 2 sin square theta by 2. അപ്പൊ ആംഗിൾ ബൈ 2 ന്യൂമറേറ്ററിൽ വന്ന സ്ഥിതിക്ക് ഡിനോമിനേറ്ററിൽ sin theta മാറ്റുന്ന പഠിച്ചിട്ടുണ്ടല്ലോ 2 sin theta by 2 into cos theta by 2. അതും കൊടുത്തു കഴിഞ്ഞാൽ ആംഗിൾ എല്ലാം ബൈ 2 ലായി മാറി 2 ക്യാൻസൽ ഒരു സൈൻ ക്യാൻസൽ. അപ്പൊ ബാക്കി എന്തായാലും മുകളിൽ sin theta by 2 താഴെ cos theta by 2. അപ്പൊ tan inverse sin by cos tan theta by 2. അപ്പൊ tan inverse tan theta by 2 theta by 2 പറയുമ്പോൾ theta മാറ്റണം, x മാറ്റാൻ പാടുള്ളൂ, theta ഒഴിവാക്കണം. x എന്താ നമ്മൾ കൊടുത്തത്, x നമ്മൾ പുട്ടിയത് tan theta എന്നല്ലേ പുട്ടിയത് tan theta ആവുമ്പോൾ theta എന്താവും, theta ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ tan inverse x by 2. ഇതാണ് അതിന്റെ ഫൈനൽ ആൻസർ. ഇതാണ് അതിന്റെ സിമ്പിൾ ഫോം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. സിംപ്ലിഫൈ പ്രൂവ് ദാറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ 5 ടൈപ്പ് ഫംഗ്ഷൻസ് പറഞ്ഞു, ആ കൂട്ടത്തിലുള്ളതല്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ആ പ്രത്യേക രൂപത്തിലല്ല വന്നത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് sin inverse 3x minus 4x cube ഇതാണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഫംഗ്ഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫംഗ്ഷൻസിലൊന്നും പറഞ്ഞില്ല. ഇങ്ങനെ വരുമ്പോ പ്രൂവ് ദാറ്റ് വന്ന ഇൻവേഴ്സ് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻ ബ്രാക്കറ്റിലെ അൽജിബ്രൈക് ഫോം ആണെങ്കിൽ ട്രിഗണോമെട്രിയിലേക്ക് മാറ്റാൻ കഴിയില്ല, അറിയില്ല എങ്കിൽ പ്രൂവ് ദാറ്റ് വരെ വളരെ സിമ്പിൾ ആണ്. ഏത് ഇൻവേഴ്സ് ആണ് അവിടെ പ്രൂവ് ചെയ്യേണ്ടത്, ഏത് ഇൻവേഴ്സ് ആണ് ആൻസർ വരേണ്ടത്, ഏത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ആണ് ആൻസർ തെളിയിക്കപ്പെടേണ്ടത്, അതിന്റെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എക്സിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് ഇൻ സൈൻ തീറ്റ. ഈ 3 കോൺസ്റ്റന്റ് മൈൻഡ് ചെയ്യേണ്ട. ഈ ഇവിടത്തെ കോൺസ്റ്റന്റ് എന്താവട്ടെ, ഇവിടെ നോക്കിയാൽ മതി. സൈൻ ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ സൈൻ തീറ്റ, കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ കോസ് തീറ്റ, ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ ടാൻ തീറ്റ എന്ന് പുട്ടാം. അങ്ങനെ പുട്ടുമ്പോ നോക്കൂ, എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സൈൻ ഇൻവേഴ്സ് 3 sin theta minus 4 sin cube theta. എക്സിന് സൈൻ തീറ്റ കൊടുത്തു വന്നപ്പോൾ നോക്കൂ, ഇത് നിങ്ങൾ ഫസ്റ്റ് ഇയർ ഒരുപാട് പഠിച്ചതാണ്. 3 sin theta minus 4 sin cube theta. 3 sin x minus 4 sin cube x. ആരുടെ ഫോർമുലയാണ് sin 3x. അതറിയില്ലെങ്കിൽ നിങ്ങൾക്ക് സൈൻ ആണ് വരേണ്ടത്. അപ്പൊ സൈൻ ആയിരിക്കും ഉറപ്പാണ്. കോസ് ആണെങ്കിൽ കോസ് ആയിരിക്കും. കോസിലെ ഫോർമുല എന്താ, റിവേഴ്സ് അല്ലേ. 4 cos q minus 3 cos theta എന്നതാണെങ്കിൽ cos 3 theta എന്നാവും. അതുപോലെ ടാൻ ആണെങ്കിലോ 3 tan theta minus tan cube theta divided by 1 minus tan square theta. ഇതല്ലേ tan 3 theta. അതാണ് അവസ്ഥയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 3 ക്വസ്റ്റ്യൻ വരുന്ന ഒരേ മോഡലായിരിക്കും. ഇവിടെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും. അപ്പൊ അതനുസരിച്ച് ഇവിടെ മാറും. എന്താവട്ടെ, ഇവിടെ നിങ്ങൾക്ക് ബ്രാക്കറ്റില് സൈൻ ഇൻവേഴ്സിന് ബ്രാക്കറ്റില് sin 3 theta. അപ്പൊ സൈൻ ഇൻവേഴ്സ് sin 3 theta മന്ദഭാഗം കിട്ടി. എന്ത് 3 theta, തീറ്റനെ മാറ്റണം, എക്സിലേക്ക് മാറ്റണം. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ആരാ, സൈൻ ഇൻവേഴ്സ്. അപ്പൊ 3 sin inverse x. അതാണ്. അപ്പൊ നിങ്ങൾ നോക്കണേ, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കോസ് ഇൻവേഴ്സ് എക്സ് വരുമ്പോ ക്വസ്റ്റ്യൻ പറയാൻ കഴിയും. അപ്പൊ കോസ് ഇൻവേഴ്സ് എന്തായിരിക്കും, ഇതുപോലെ തെളിയിക്കണമെങ്കിൽ 4x ക്യൂബ് minus 3x equal 3 cos inverse x എന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അത് ചെയ്തില്ല. ഇതേപോലെ തന്നെ എക്സിന് കോസ് തീറ്റ കൊടുത്താൽ കോസ് 3 തീറ്റ ബ്രാക്കറ്റിൽ വരും. അങ്ങനെയാണെങ്കിൽ മന്ദപ്പോൾ നോക്കണേ, ടാൻ ഇൻവേഴ്സിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലോ, ടാൻ ഇൻവേഴ്സിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഈ റിസൾട്ട് ആണെങ്കിൽ 3x minus x cube divided by 1 minus 3x equal to 3 tan inverse x എന്നാവും. ഇത് നോക്കി ക്വസ്റ്റ്യൻ വരെ ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ ടാൻ ഇൻവേഴ്സിൽ അതേപോലെ തന്നെ അത് 3 ഒരേ മോഡലാണ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ ഏതാണോ ആൻസറിൽ പ്രൂവ് ചെയ്യേണ്ട ഇൻവേഴ്സ്, അതിന്റെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ എക്സിന് പുട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾ ആൻസർ sin 3 theta, cos 3 theta, tan 3 theta എന്ന രൂപത്തിൽ വരും. ഓക്കെ, യെസ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതിലെ മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ഭാഗം. എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഒറ്റയടിക്ക് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ടൈപ്പിൽ തന്നെയാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താ നോക്കണം, ടാൻ ഇൻവേഴ്സ് 3a². ഇവിടെ ഒരു a വന്നു, എക്സ്ട്രാ a വന്നു. ആൻസർ പ്രൂവ് ടാൻ ഇൻവേഴ്സ് x by a. അപ്പൊ എക്സിന് എന്ത് കൊടുക്കണം, ടാൻ ആണെന്ന് മനസ്സിലായി, ടാൻ തീറ്റ മനസ്സിലായി. ടാൻ ഇൻവേഴ്സ് x by a വന്ന സ്ഥിതിക്ക് ബൈ a വന്നിരിക്കപ്പെടും a ഇൻറ്റു ആക്കിയതാണ്.
എക്സ് ബൈ 2 ആണെങ്കിൽ 2 ടാൻ തീറ്റ, എക്സ് ബൈ 3 ആണെങ്കിൽ 3 ടാൻ തീറ്റ. ഇത് മൈൻഡ് ചെയ്യണ്ട. ഇവിടെ എക്സ് ബൈ ആണെങ്കിൽ ഇവിടെ ഇൻറ്റു ആക്കി കൊടുക്കും, ഇവിടെ ഇൻറ്റു ആണെങ്കിൽ ഇവിടെ ബൈ ആക്കി ഇടണം. അപ്പൊ എക്സിന് എ ടാൻ തീറ്റ ബൈ ആയിട്ട് ഇവിടെ വരുള്ളൂ, അത് ഇവിടെ ഇൻറ്റു ആക്കി കോയിഫിഷ്യന്റ് ആക്കി എഴുതിയാൽ മതി. മനസ്സിലാവും? അപ്പൊ എക്സിന് എ ടാൻ തീറ്റ എന്ന് കൊടുക്കുക, അതാണ് അതിലെ മാറ്റം. അങ്ങനെ കൊടുക്കുമ്പോ ടാൻ ഇൻവേഴ്സ് മന്ദബലം നോക്കൂ, 3x സ്ക്വയർ ഇൻറ്റു എക്സിന് എ ടാൻ തീറ്റ മൈനസ് എക്സ് ക്യൂബ്, ഇതിന്റെ ക്യൂബ് എടുക്കുമ്പോ എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ബൈ, ഇവിടെ ഒന്നും ചെയ്യേണ്ട, എ ക്യൂബ് അങ്ങനെ തന്നെ എക്സിന് മാറ്റാൻ മതി, മൈനസ് 3a എക്സ് സ്ക്വയർ ആരാ, ഇതിന്റെ സ്ക്വയർ അല്ലേ, ഇതിന്റെ സ്ക്വയർ ഏത് പൊട്ടണം പറയാൻ പറ്റും, എ സ്ക്വയർ ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ നോക്കൂ, ടാൻ ഇൻവേഴ്സ് ഇവിടെ 3 എ സ്ക്വയറിന്റെ എ ക്യൂബ് ടാൻ തീറ്റ മൈനസ് എ ക്യൂബ് ടാൻ ക്യൂബ് തീറ്റ ബൈ എ ക്യൂബ് മൈനസ് 3a ഇൻറ്റു എ സ്ക്വയർ 3a ക്യൂബ് ടാൻ സ്ക്വയർ തീറ്റ. ഇനി നിങ്ങൾക്ക് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആരാ കോമൺ ഫാക്ടർ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോമൺ ഫാക്ടർ ആരാണ് നോക്കൂ, ടാൻ ഇൻവേഴ്സ് ഇവിടെ എ ക്യൂബ് ഉണ്ട്, ഇവിടെ എ ക്യൂബ് ഉണ്ട്, ഇവിടെ ഉണ്ട് എ ക്യൂബ്, കോമൺ ഫാക്ടർ എ ക്യൂബ് പുറത്തെടുത്താൽ ബാക്കി ഇവിടെ എന്താ 3 ടാൻ തീറ്റ മൈനസ് 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ, ടാൻ ക്യൂബ് തീറ്റ ബ്രാക്കറ്റ്, then again ഡിനോമിനേറ്ററിൽ എ ക്യൂബ് കോമൺ ആണ്, ബാക്കി 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. എ ക്യൂബ് പുറത്തെടുത്തു, അപ്പൊ എ ക്യൂബ് മുകളിലും താഴെ കോമൺ, ടപ്പ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് നോക്കൂ, 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ, നമ്മൾ ഈ ഫോർമുലയായി, ദാറ്റ് ഈസ് tan 3 തീറ്റ. അപ്പൊ ടാൻ ഇൻവേഴ്സ് tan 3 തീറ്റ ഈക്വൽ ടു, ഇനി ഏത് പൊട്ടം എഴുതാൻ പറ്റും, ഈക്വൽ ടു 3 തീറ്റ. അപ്പൊ തീറ്റനെ മാറ്റണം, എക്സ് എന്താ കൊടുത്തത് എ ടാൻ തീറ്റയാണ്, എക്സിന് എ ടാൻ തീറ്റ ആകുമ്പോ തീറ്റ എങ്ങനെ മാറ്റും, വന്നപ്പോൾ നോക്കൂ, ടാൻ തീറ്റ എന്നത് എക്സ് ബൈ എ, ടാൻ തീറ്റ എന്നത് എക്സ് ബൈ എ, അപ്പൊ തീറ്റ എന്തായിരിക്കും, ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, ഇത് ഇങ്ങോട്ട് വരുമ്പോ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ, അപ്പൊ ഇതിന് ആൻസർ 3 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അതാണ് അതിന് ഫൈനൽ ആൻസർ, അതാണ് പ്രൂവ് ദാറ്റ്. അഥവാ ഇവിടുത്തെ സെക്കാണെങ്കിൽ എന്താ കാട്ടേണ്ടി അറിയില്ലെങ്കിൽ പ്രൂവ് ദാറ്റ് ഉണ്ടല്ലോ, ആൻസർ ആണ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അതാണ് ഇൻവേഴ്സിൽ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്രയുമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ അറിയേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് അതോടുകൂടി ചാപ്റ്റർ ഫിനിഷ് ആയി. അടുത്ത ഡിഫറൻസിയേഷൻ ആണ്. ഇനി ആ ചാപ്റ്ററും ഇതൊക്കെ ഉപയോഗിക്കാനുള്ളത് കൊണ്ട് വീണ്ടും ഇത് പറയില്ല, പെട്ടെന്ന് പറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അതോടുകൂടി ആ ചാപ്റ്റർ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ മുഴുവൻ നിങ്ങൾ ചെയ്ത് നോക്കണമെങ്കിൽ മനസ്സിൽ നോക്കുള്ളൂ. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.